നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ചോറ് വെച്ചിട്ട് എങ്ങനെയാണ് നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിപ്പോൾ ചോറ് അരയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ മിക്സിഡ് ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ല പോലെ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുത് ഇരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഞാനിപ്പോൾ 2 കപ്പ് ചോറാണ് എടുത്തിരിക്കുന്നത്. വെള്ളച്ചോറ് 240 ml കപ്പിൽ 2 കപ്പ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ചോറാണ് അതിനനുസരിച്ച് ഉപയോഗിക്കുക കേട്ടോ. എപ്പോഴും വെള്ളച്ചോറ് എടുക്കാൻ ശ്രദ്ധിക്കുക, എന്നാലാണ് നമുക്ക് ഇടിയപ്പത്തിന് ആ പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ള കളറ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 കപ്പ് അരിയും ഒരുമിച്ചാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. നമ്മൾ ചോറ് കഴിയുമ്പോൾ വളരെ കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ 2 കപ്പും ഒരുമിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അരിയുടെ വേവിനനുസരിച്ച് വേണം ഇതിലേക്ക് വെള്ളം ചേർക്കണോ ചേർക്കേണ്ടതെന്ന് നിശ്ചയിക്കാൻ. ഒരുപാട് വെന്ത ചോറൊക്കെ ആവുമ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കണം എന്നില്ല, നല്ല പോലെ നമുക്ക് അരഞ്ഞു കിട്ടും. അപ്പോൾ അഥവാ നിങ്ങൾ അരയ്ക്കുമ്പോൾ ശരിക്കും അരഞ്ഞു കിട്ടില്ലെങ്കിൽ നോക്കിയിട്ട് അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ഒഴിച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താലും മാവ് ഒരുപാട് അങ്ങ് വെള്ളമായി പോയാൽ നമുക്ക് കറക്റ്റായിട്ട് മാവ് എടുക്കാൻ പറ്റില്ല. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല പോലെ ഇതങ്ങ് മഷി പോലെ അരച്ചെടുക്കാം. ഇപ്പം ദാ ചോറ് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അരച്ച ചോറ് ഒരു പാത്രത്തിലേക്ക് എല്ലാവരും മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ 1 കപ്പാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് പോരായ്ക ഉണ്ടെങ്കിൽ, അതായത് കുഴയ്ക്കാൻ കറക്റ്റായിട്ട് കിട്ടില്ലെങ്കിൽ പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറുത്ത പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല നൈസ് പൊടി വേണം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ചോറ് അരച്ചത് ഇപ്പോൾ 1 ടീസ്പൂണിലെടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ നല്ല മഷി പോലെ വേണ്ട, ഒരു കട്ടയില്ലാതെ നല്ല മഷി പോലെ അരച്ചെടുക്കണം. കണ്ടില്ലേ, ഇപ്പോൾ കൈ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഇതങ്ങ് കുഴച്ചെടുക്കണം. മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് നല്ലപോലെ ഇതങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാവ് കുറച്ച് ലൂസായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. മിക്സ് ചെയ്യുമ്പോഴോ ആണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത്. ഇപ്പം ഇതാ മാവ് നല്ല പോലെ തേച്ച് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഡ്ഡലി തട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് എല്ലായിടത്തേക്കും നല്ല പോലെ ഇങ്ങനെ തടവി കൊടുക്കാം. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇടിയപ്പം തട്ടിയിൽ നിന്ന് വിട്ടു പോരാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി മാവ് ഇതേപോലെ നമുക്ക് കുറച്ച് പോർഷൻ എടുത്തിട്ട് നമ്മുടെ അച്ചിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉരുളയായിട്ട് എടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ മാവ് എടുക്കുമ്പോൾ എപ്പോഴും ഒരുപാട് ലൂസ് ആവാനും പാടില്ല, അതേപോലെ തന്നെ ഒരുപാട് ടൈറ്റായിട്ട് ഇരിക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇടിയപ്പം ചുടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഒരുപാട് വെള്ളം കൂടി പോയാൽ ഇങ്ങനെ പൊട്ടി പോകും. അതേപോലെ തന്നെ ക്രാക്ക് വന്ന പോലെ ഇരിക്കും. അതുപോലെ സ്മൂത്തായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഇടിയപ്പം ചൂടാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇപ്പോൾ ഇതാ മാവ് നല്ല പോലെ സ്മൂത്തായിട്ടാണ് നമുക്ക് വീണ് കിട്ടിയിരിക്കുന്നത്. കറക്റ്റ് മാവ് പരുവത്തിൽ കിട്ടിയില്ലെങ്കിൽ ഇതേപോലെ വീണ് കിട്ടില്ല. അപ്പോൾ ഒരുപാട് ടൈറ്റ് ആവാതെ സൂക്ഷിക്കുക. ടൈറ്റ് ആയി കഴിഞ്ഞാൽ അച്ച് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇതേപോലെ സ്മൂത്തായിട്ട് വീണ് കിട്ടിയില്ല. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം തന്നെ കണ്ടല്ലോ നല്ല സ്മൂത്തായിട്ട് വീഴുന്നുണ്ട്. ഒരു പൊട്ടലും ഇല്ലാണ്ട് നല്ല ഇതിൽ വീഴുന്നുണ്ട്.
അതേപോലെ ഒരു ക്രാക്കും ഇല്ലാണ്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ലൂസാക്കിയിട്ട് എടുക്കുക. അതേപോലെ തന്നെ ഒരുപാട് ലൂസായിട്ടാണ് ഇരിക്കുന്നത്, കുറച്ച് പൊടിയും കൂടി ചേർത്ത് ഇതാക്കി എടുക്കാം. ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല, ഒരുപാട് ലൂസ് ആവാനും പാടില്ല. അതിൻ്റെ ഇടയിൽ നല്ല പോലെ ഇരിക്കുന്ന ഒരു പരുവത്തിലെടുക്കുക. അപ്പോൾ എല്ലാവരും നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഇടിയപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇപ്പം തന്നെ കണ്ടാലറിയാം നല്ല സ്മൂത്തായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം നല്ല പോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തട്ട് ഇറക്കി വയ്ക്കാം. അപ്പോൾ സൂക്ഷിച്ച് ഇറക്കി വയ്ക്കുക. നല്ല പോലെ ആവി വരുന്നുണ്ട്. അപ്പോൾ കൈ പൊള്ളാതെ സൂക്ഷിക്കുക. അപ്പോൾ 2 തട്ടും നമുക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഇത് വേവിച്ചെടുക്കാം. അധികം സമയമൊന്നും പിടിക്കില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഓൾറെഡി വെന്ത ചോറാണല്ലോ. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കി, ഗ്യാസ് ഓഫ് ചെയ്തിട്ട്. അപ്പോൾ അതാ ഇടിയപ്പമൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ചോറ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ ഒരുപാട് ബാക്കി വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക വീഡിയോ. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കില്ല കേട്ടോ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതേപോലെ തന്നെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.